ഗൈസ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി രാവിലെ ചായയെല്ലാം കുടിച്ച് റെഡിയായി നേരെ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. വലിയ ബിൽഡപ്പൊക്കെ ഇട്ട് പോകുന്നത് മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാനാണ് ഗൈസ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുറേ പൊടികളും സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി, വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവുക. പോക്കൊക്കെ കണ്ടാൽ വലിയ ഏതോ ഫംഗ്ഷന് പോകുന്ന പോലെയുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഓരോ ഇതൊക്കെ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ്. പിന്നെ പോകുന്ന വഴിക്ക് ചായ കുടിക്കണം, ലൈം സോഡ കുടിക്കണം, അതൊക്കെയാണ് ഞങ്ങളുടെ വർത്തമാനങ്ങൾ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ് ഗൈസ്, ഒടുക്കത്തെ വെയിലായിരുന്നു ഗൈസ്. 10 മണി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഭയങ്കര വെയിലും ഒടുക്കത്തെ ചൂടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ച സ്കൂളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളെ സ്കൂളിൻ്റെ അവിടെ എത്താനായി. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ആ സ്കൂൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂള് ഗൈസ്. അപ്പം അത് LP സ്കൂള്, ഇത് മേളിലാണ് ഹയർ സെക്കൻഡറി. അപ്പം ഇതാണ് ഗൈസ് ഞങ്ങൾ പഠിച്ച സ്കൂള്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് നോസ്റ്റാൾജിയൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോവുക. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചായക്കടയിലെത്തി. ഞാനൊരു പഴംപൊരിയും ചായയും കുടിച്ചു. ചേട്ടായാണെങ്കിൽ ലൈം സോഡയും പഴംപൊരി. അങ്ങനെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് വർത്താനെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്നു. എത്ര ചൂടാണെങ്കിലും ഞാൻ ചായ കുടിക്കും ഗൈസ്. നിങ്ങളങ്ങനെയാണോ? കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഗൈസ് ഞങ്ങൾ മാവേലി സ്റ്റോറിലെത്തി ഗൈസ്. അങ്ങനെ എല്ലാ പൊടികളും നോക്കി ഏതൊക്കെ പൊടിയാണ് വേണ്ടതെന്നൊക്കെ ആലോചിക്കുക. ലാസ്റ്റ് കൺഫ്യൂഷൻ അടിച്ച് ഗൈസ്, ഏതാ പൊടി എടുക്കേണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഓരോ പൊടിയെല്ലാം നോക്കി ലാസ്റ്റ് മുളക് പൊടി, മല്ലിപ്പൊടി, മസാല എല്ലാ പൊടിയും എടുത്തു. എന്നിട്ടും തപ്പുവാണ് ഗൈസ്. ലാസ്റ്റ് അങ്ങനെ പൊടിയെല്ലാം കിട്ടി. പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഗൈസ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ പൊടികളെല്ലാം കൂടി പാത്രങ്ങളിൽ നിറയ്ക്കുക. അടുത്ത പരിപാടി ഇതാണ് ഗൈസ്. അങ്ങനെ ഓരോന്നും പൊട്ടിച്ച് ബോട്ടിലാക്കി നിറയ്ക്കുകയാണ്. അതിനിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട്. കണ്ട സിനിമയും അതിൻ്റെ കഥയൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഞാൻ പൊടികളെല്ലാം കൂടി അങ്ങനെ വെച്ച് ഗൈസ് നിങ്ങൾ ഇതിൽ നിന്ന് നോക്കിയാൽ ഒരു സംഭവം കാണാം. ഈ ഒരു വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി ഗൈസ്. ചോറ്, സോയാബീൻ ഫ്രൈ, അപ്പുറത്തിരിക്കുന്നത് ലൈം ജ്യൂസാണ് ഗൈസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സോയാബീൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ സോയാബീൻ ഫ്രൈ ആയിരിക്കും ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളുടെ ഫുഡ് എപ്പോഴും സോയാബീൻ ഫ്രൈ ആയിരിക്കും. പിന്നെ ലൈമ്, പിന്നെ വറ്റൽമുളക് കൊണ്ടൊരു ചമ്മന്തി. അങ്ങനെ തട്ടിക്കൂട്ട് ഫുഡായിരുന്നു ഗൈസ്. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് മടുത്ത് വന്നതുകൊണ്ട് പിന്നെ ഞാൻ അധികമൊന്നും ആക്കിയില്ല, കുറച്ച് മാത്രമേ ആക്കിയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തതായി ഒരു ചെറിയ ചമ്മന്തി റെസിപ്പി കേട്ടാലോ? ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത വൈറലായ ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായി ഇടണം.
എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതെല്ലാം കൂടി ഇട്ട് ആരും ഇതുവരെ ട്രൈ നല്ല ചെയ്യാത്ത അരച്ച് വൈറൽ മിക്സിയിലിട്ട് ചമ്മന്തി. അരച്ചു. ആ ടേസ്റ്റാന്ന് അറിയോ. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഉരുളയാക്കി ഈ സോയാബീൻ കൂട്ടി ഇങ്ങനെ തിന്നുമ്പോൾ ഇതിങ്ങനെ തോണ്ടിയിട്ട് നാക്കിൻ്റെ നെറുകം തലയിട്ടാക്കണം. അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഓ, ഈ ഒരു വരൾച്ചയൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആദ്യത്തെ മഴയില്ലേ എന്ന് പറഞ്ഞ പോലെ പുതുമഴ റെഡി. സൂപ്പറാ. ഇവിടെ പിന്നെ എന്തുണ്ടാക്കിയാലും ടേസ്റ്റാട്ടോ. എന്തുണ്ടാക്കിയാലും മുളക് അരച്ച് ചമ്മന്തി ആക്കിയാലും അതിന് ഒട്ടുക്കത്ത ടേസ്റ്റ്. ചോറ് തിന്നു പോകും നമ്മൾ. ഉണ്ടോ? പിന്നെ വേറൊരു സാധനം ഞാനാക്കി വെച്ചത് ലൈമ്. ചോറിൻ്റെ കൂട്ടത്തിൽ ലൈമ് പൊളിയാ. ഇതാ കഴിക്കാം. നീ കഴിക്കുന്നില്ലേ? കഴിക്കുക. അപ്പോൾ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, വൈറലായ ചമ്മന്തിയുടെ റെസിപ്പിയെല്ലാം നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണേ. അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ബായ്. സോറി, ഒരു കാര്യം പറയാൻ മറന്നുപോയേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബായ്.